നമ്മുടേതാണ്ട് പോയാലും മറ്റുള്ളവന്റേത് ഇങ്ങോട്ട് വേണ്ട. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ദീൻ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാം നിസ്കാരം നോമ്പ് മാത്രമല്ല. ഇസ്ലാം പൂർത്തിയാവണമെങ്കിൽ 4 കാര്യങ്ങൾ ശരിയാവണം. ഒന്ന് അൽ അഖീദ, നമ്മുടെ വിശ്വാസകാര്യം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അഖീദ എന്താണ്? മലക്കുകളെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, ആഖിറത്ത്, നമ്മുടെ അഖീദ ശരിയാവണം. 2 അൽ ഇബാദത്ത്, നമ്മുടെ ഇബാദത്തുകൾ ശരിയാവണം. 3 അൽ അഖ്ലാഖ്, മനുഷ്യന്റെ സ്വഭാവം. 4-മത്തേത് അൽ മുആമലാത്ത്, നമ്മുടെ ഇടപാടുകൾ, കച്ചവടം, വിൽക്കല്, വാങ്ങല്. ഇതിലെല്ലാം അല്ലാഹുവിനനുസരിക്കുമ്പോഴേ ഇസ്ലാം പൂർത്തിയാവുള്ളൂ. 4 എണ്ണമാണ് ഇസ്ലാം: അഖീദ, ഇബാദത്ത്, അഖ്ലാഖ് വൽ മുആമലാത്ത്. നോമ്പ് നോൽക്കണം, നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം എന്ന് തുടങ്ങി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞ ആയത്തുകൾ 150 ആണ്. പക്ഷെ 350-ലേറെയാണ് സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞ ആയത്തുകൾ. നേരെ ഡബിളാണ്. അപ്പോ ഇസ്ലാം ഭയങ്കരമാണ്. നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറത്താണ്. സത്യവിശ്വാസികളായ സ്വഹാബത്ത് വിചാരിക്കേണ്ട, പടച്ചവനെ, ഞാൻ ഇങ്ങനെ അന്യന്റെ ഭക്ഷണം തിന്നുന്നത് പോലെ ആവില്ലേ എന്റെ ജ്യേഷ്ഠന്റെ, എന്റെ സഹോദരിയുടെ പുരയിൽ പോയി തിന്നാൽ? അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടാകുന്ന സമയം, കണ്ണൂരാ ഭാഗത്തൊക്കെ അങ്ങനെ കുറെ ഉണ്ട്. വീട്ടുകാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവര്. പയ്യന്നൂരാ ഭാഗത്തൊക്കെ, രാമന്തളിക്കാരൊക്കെ ഉണ്ടോ? അതൊക്കെ ധാരാളം കാണാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോ പെരക്കാരോട് ഇന്ന് രാവിലെ ഒന്നും വെച്ചേക്കണ്ട, ജ്യേഷ്ഠന്റെ അവിടെ നിന്ന് നാശ്ത. ഉച്ചക്ക് ഒന്നും വെക്കണ്ട, അത് മറ്റേ ജ്യേഷ്ഠന്റെ അടുത്തുനിന്ന്. വൈകുന്നേരത്തെ ചായ പെങ്ങളെടുത്തുനിന്ന്. ഇങ്ങനെ ഒരാൾ ലാക്കിന് നിന്നാൽ ഇത് എനിക്ക് ഹലാലാകുമോ ഇല്ലയോ? നമ്മൾ ശരിക്കും ഒരു വലിയ വളരെ വളരെ മൈന്യൂട്ടായൊരു വിഷയമാണ് ചർച്ച കേട്ടോ. നമ്മളത് ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുക. തുടങ്ങുന്നു, ലൈസ അലൽ അഅമാ ഹറജുൻ, കണ്ണ് കാണാത്ത ആൾക്ക് വിരോധമില്ല. വലാ അലൽ അറജ് ഹറജുൻ, മുടന്തനായ മനുഷ്യനും കുഴപ്പമില്ല. വലാ അലൽ മരീദ് ഹറജുൻ, രോഗിയായ മനുഷ്യനും വിരോധമില്ല. വലാ അലാ അൻഫുസികും, നിങ്ങൾക്ക് തന്നെയും വിരോധമില്ല. അൻ തഅകുലൂ മിൻ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിന്നുന്നതിന് വിരോധമില്ല. എന്തേ നിങ്ങളുടെ വീട്ടിൽ നിന്ന്? അതിനിപ്പോ സമ്മതം വേണോ? ആ പറഞ്ഞതിന്റെ ഉദ്ദേശം മകനും മകളും ഇവിടെ പറഞ്ഞോ? ഇല്ല. മകന്റെ പുരയിന്ന് മകളുടെ പുരയിന്ന് പറഞ്ഞോ ഇവിടെ? ഇല്ല. അങ്ങ് ശ്രദ്ധിച്ചില്ലേ? ആരുടെ വീട്ട്? നിങ്ങളുടെ വാപ്പയുടെ, ഉമ്മയുടെ, സഹോദരന്റെ, സഹോദരിയുടെ, അമ്മായിയുടെ അമ്മ ഒക്കെ പറഞ്ഞു. മകനും മകളും പറഞ്ഞോ? ആ പറഞ്ഞതാണ് ഈ വാക്ക്. മിൻ ബുയൂതികും, നിങ്ങളുടെ മകനും മകളും നിങ്ങളുടെ വീട് തന്നെയാണ്. അതിന് കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. അതിനാണ് നിങ്ങളുടെ വീട്. മക്കളെ പറയേണ്ട സ്ഥാനത്ത് ആ മക്കൾ എന്ന് പറഞ്ഞില്ല. മനഃപൂർവ്വം അള്ളാഹു ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ മകൻ, നിങ്ങൾ. ഫഇന്ന വലദഹു മിൻ കസ്ബിഹി, ഒരാളുടെ മക്കൾ എന്ന് പറയുന്നത് അയാളുടെ അധ്വാനം തന്നെ എന്ന്